ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർട്ട് മാസ്റ്റർ യൂട്യൂബിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിജയമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ റീഫെസ്റ്റായ വണ്ടി പെയിൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വണ്ടികളൊക്കെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള ക്രൈസ് കൊണ്ടാണ്. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വണ്ടികൾ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള വണ്ടികളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല നല്ല വണ്ടികൾ ചെയ്യാനൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ വണ്ടികൾ മേടിക്കുക, അപ്പോൾ അവർ പെയിൻറ്റ് മേടിച്ച് തരും. അപ്പോൾ അത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് പഠിക്കുക, അത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിതൊക്കെ പഠിച്ചു വരുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്നും ഒന്നും എത്തിയിട്ടില്ല, എങ്ങനെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്, ഇനിയും പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ 2 വണ്ടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പ്രാഷൻ പ്ലസും അതേപോലെ പ്രാഷൻ പ്രോയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫുൾ വർക്ക് നമ്മൾ തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചതായാലും അതേപോലെ ഇത് വാഷ് ചെയ്തതാണെങ്കിലും അപ്പോൾ ഇതിൽ കുറച്ച് വെൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വെൽഡ് ചെയ്തതാണെങ്കിലും. അപ്പോൾ നമുക്കൊന്നും അറിഞ്ഞിട്ടല്ല, എന്നിരുന്നാലും നമ്മളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ PU പെയിൻ്റാണ് ഈ ഒരു ടാങ്കിൽ അടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രെയിമിലൊക്കെ നമ്മൾ പ്രൈമർ അടിച്ചിട്ട് മാറ്റ് ബ്ലാക്ക്, ഗ്ലോസി ബ്ലാക്കാണ് അടിച്ചിരിക്കുന്നത് ഫ്രെയിമിൽ. അതുപോലെ എൻജിൻ്റെ ഭാഗത്ത് നമ്മൾ മാറ്റ് ബ്ലാക്കാണ് അടിച്ചിരിക്കുന്നത്. അതുപോലെ പിന്നെ ക്ലിയർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ടെസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ പാഷൻ പ്ലസ് എന്ന് ടെസ്റ്റിൽ പോയിരിക്കണം. അപ്പോൾ ഈ ഒരു വണ്ടിയുള്ളൂ, അത് ടെസ്റ്റിൽ പോയിട്ടില്ല. അപ്പോൾ ഏകദേശം ടെസ്റ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഓരോരോ വീഡിയോകൾ പുതിയ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ വീഡിയോകളാണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്നും ഓരോരോ വീഡിയോകളല്ല, വ്യത്യസ്തമായ നമ്മുടെ പേരൊന്നും നോക്കണ്ട, ആർട്ട് മാസ്റ്റർ എന്നാണ് പേര്. അപ്പോൾ അതൊന്നും നോക്കണ്ട. അപ്പോൾ നമ്മളൊരു പേര് ആ നേരത്ത് കിട്ടിയൊരു പേര് ഇട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വലിയ മാസ്റ്ററായിട്ടൊന്നുമല്ല. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാം. ഇതാണ് നമ്മുടെ പ്രോ വണ്ടി വരുന്നത്. ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇപ്പോഴാണ് നോക്കണത് തന്നെ എങ്ങനെയുണ്ട് നമ്മുടെ പെയിൻറ്റിങ്ങിനൊക്കെ. അത് വീലിലൊക്കെ നമ്മൾ മാറ്റ് ബ്ലാക്കാണ് സൈലൻസറിലും, പിന്നെ എൻജിനിലൊക്കെ നമ്മൾ മാറ്റ് ബ്ലാക്കാണ് അടിച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ടാങ്കിൽ നമ്മൾ തന്നെയാണ് സ്റ്റിക്കർ ഒട്ടിച്ചതൊക്കെ. അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയായ കാരണം ആ വക പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പണി പഠിക്കണായ കാരണം അങ്ങനെ വലിയ സീനൊന്നും ഇല്ല കേട്ടോ. സീറ്റ് കവർ അടിക്കണം, സീറ്റ് കവർ വേറെ അടിക്കണം. അതുപോലെ സാരി കാർഡ് വെക്കണം. അങ്ങനെ സാരി കാർഡിൻ്റെ ആ ഒരു സംഭവം അത് വേറെ മേടിച്ച് വെക്കണം. അങ്ങനെ നമ്പർ പ്ലേറ്റ് വെക്കണം, ഒരു ഇൻഡിക്കേറ്റർ പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വെച്ചെടുക്കണം. ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ അഴിക്കുന്നതും ഫിറ്റ് ചെയ്യുന്നതും എല്ലാം നമ്മൾ തന്നെയാണ്, എല്ലാ പണിയും നമ്മൾ തന്നെയാണ് ചെയ്തത്. ഒരു വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു, അത് കഴുകി, അത് അഴിച്ചു വെച്ചു, എല്ലാതും. അപ്പോൾ അതുപോലെ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ പഠിക്കുകയാണ് നമ്മൾ, എന്നറിഞ്ഞിട്ടൊന്നുമല്ല, ഇതൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ച പെയിൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം പ്രൈമറിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഇതാണ് ടാങ്കിനൊക്കെ അടിച്ചത്, അപ്പോക്സി പ്രൈമറാണ്. അതുപോലെ തന്നെ ഓയിൽ പ്രൈമറാണ് ഫ്രെയിമിനൊക്കെ അടിച്ചത്. ഇതാണ് ഓയിൽ പ്രൈമർ നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിത് പിന്നെ പുട്ടി ബോഡി ഫില്ലറൊക്കെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇതാണ് ബോഡി ഫില്ലർ, ഇതാണ് നമ്മൾ ഉപയോഗിച്ചത്. പിന്നെ NC പുട്ടി, അപ്പോൾ NC പുട്ടിയാണ്, ഇതാണ് നമ്മൾ NC പുട്ടി ഉപയോഗിച്ചത്. പ്ലാസ്റ്റിക് പ്രൈമറാണ്, അപ്പോൾ ഫൈബർമൊക്കെ അടിക്കാനായിട്ടാണ്. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ അടിച്ചത്, പ്ലാസ്റ്റിക് പ്രൈമർ ഇട്ട ഫ്രെയിമിനടിച്ചാണ്. പെയിൻ്റാണ് SD-യുടെ ആണ്, ഇതാണ് ആസ്പ പെയിൻ്റാണ്, ഇതാണ് നമ്മൾ അടിച്ചത്. അപ്പോൾ ഇത് ബ്ലാക്കാണ്, അതുപോലെ മാറ്റ് ബ്ലാക്ക് ഇതായത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫ്രെയിമിന് അടിച്ചു കൊടുത്തത്. പിന്നെ നമ്മൾ അടിച്ചത് ഇതാണ് PU പെയിൻ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ലൂസാണ് വാങ്ങിച്ചത്, ഏതാ കമ്പനിയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാണ് വാങ്ങിച്ചത് നമ്മൾ. അതുപോലെ റെഡും വാങ്ങിച്ചിട്ടുണ്ട്, PUയിലാണ് അടിച്ചിട്ടുള്ളത് റെഡൊക്കെ. പിന്നെ ഗ്രേയുണ്ട്, NC ബ്ലാക്കും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അണ്ടർ കോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഉപയോഗിച്ച ടിന്നറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തിന്നർ നമ്മൾ ഉപയോഗിച്ച SP58 എന്ന് പറഞ്ഞ ആ ഒരു തിന്നറാണ്. അപ്പോൾ ഈ സാധാ പെയിൻറ്റിലൊക്കെ ആസ്പയിലും എല്ലാത്തിലും ഒഴിക്കാനായിട്ട് നമ്മൾ SP58 ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഗണ്ണ് കഴുകാനൊക്കെ ആയിട്ട് നമ്മളൊരു കുറഞ്ഞൊരു ടിന്നറാണ്. അപ്പോൾ ഇതാണ് ഉപയോഗിച്ചത് ഗണ്ണ് കഴുകാനും എല്ലാത്തിനൊക്കെ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ക്ലിയർ, അതേപോലെ തന്നെ മറ്റേ PU പെയിൻറ്റിലൊക്കെ കഴിക്കാനായിട്ട് നിപ്പോണിൻ്റെ ഈ ഒരു തിന്നറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2K തിന്നറാണ് ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ക്ലിയർ നമ്മൾ ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ക്ലിയർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതേ വണ്ടി നമുക്ക് കിട്ടുമ്പോൾ ഈ ഒരു കോലത്തിലായിരുന്നു കേട്ടോ.
ആകെ തുരുമ്പൊക്കെ ഫ്രെയിമൊക്കെ ആകെ തുരുമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ സ്ക്രൂ വയ്ക്കേണ്ട ഭാഗമൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെ എന്താ പറയുക, ഒന്ന് വാഷ് ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആകെ ചെളിയും കാര്യങ്ങളൊക്കെ കയറ്റിരിക്കായിരുന്നു. കുറേ പാർട്സൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അഴിച്ച് കളഞ്ഞു. പിന്നെ ചേഞ്ച് ആക്കേണ്ട പുതിയ സാധനങ്ങളൊക്കെ മേടിച്ചു. എല്ലാം അത് അഴിച്ചെടുത്തു നമ്മൾ പണി തുടങ്ങിയിട്ട്. അപ്പം നമ്മുടെ ഈ ഒരു വണ്ടിക്ക് കുറച്ച് ഭാഗം വെൽഡ് ചെയ്യാനുണ്ടായിരുന്നു. ആ ഒരു ബാറ്ററി വെക്കുന്നതിൻ്റെ ഇതിലായിട്ട് ആ ഒരു കവർ, സൈഡ് കവർ വെക്കുന്ന ആ ഒരു സ്ക്രൂ മുറുക്കുന്ന ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ആ ഒരു ഭാഗം തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ വണ്ടി ഫ്രെയിം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഉരപ്പേപ്പർ വെച്ച് കഴുകിയെടുക്കുക. പിന്നെ പോവാത്ത തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഉളി വെച്ചിട്ട് അതൊക്കെ ഒന്ന് കുത്തിക്കളയുക, തട്ടിക്കളയുക. പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു ചേസ് നമ്പർ, എൻജിൻ നമ്പർ അതൊക്കെ ഒന്ന് തെളിയിക്കുക. ഒരു എക്സ്ട്രാ ബ്ലേഡ് വെച്ച് ചെറുതായിട്ടൊന്ന് രാഗി കളയുക. എന്നിട്ട് ആ ഒരു അല്ലെങ്കിൽ റിമൂവർ വെച്ച് കളയുക, അതൊന്ന് തെളിയിച്ചെടുക്കുക. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ വണ്ടി ഇതേ പ്രൈമറൊക്കെ അടിച്ച് നിർത്തിയിട്ടുണ്ട്. ഫ്രെയിം അതേപോലെ തന്നെ ടാങ്ക് അപ്പോക്സി പ്രൈമറാണ് അടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കോട്ട് നന്നായി ഉരച്ചതിന് ശേഷം അപ്പോക്സി പ്രൈമറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നല്ല രീതിയിൽ തന്നെ ഉരച്ചിട്ടാണ് നമ്മൾ ആ ഒരു പ്രൈമർ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായി പ്രൈമർ അടിച്ചതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുക, നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എന്നിട്ട് ചെറിയ കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ബോഡി ഫില്ലർ ഇട്ടെടുക്കുക. അപ്പോൾ നന്നായി ബോഡി ഫില്ലർ ഇട്ടിട്ട് വാട്ടർ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് NC പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ബേസ് കോട്ടാണ്. അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ പൊട്ടിയും കാര്യങ്ങളൊക്കെ എന്താ പറയുക, അല്ലെങ്കിൽ ആ പെയിൻറ്റ് വലിച്ചെടുത്തുകൊണ്ടിരിക്കും. ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും പെയിൻറ്റ് വലിച്ചെടുക്കും പൊട്ടി. അപ്പോൾ പൊട്ടി വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ NC പെയിൻറ്റ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ NC പെയിൻറ്റ് ഫുള്ളായിട്ട് ആ ടാങ്കുമ്പോൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഫ്രെയിമിലാണ് ഇപ്പോൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആസ്പ ബ്ലാക്കാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്ലോസിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രെയിമിലൊക്കെ ആസ്പ ബ്ലാക്കാണ് അടിക്കുക. അപ്പോൾ SDയുടെ ആണ്, അതാണ് ഇപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രെയിമിൽ ഒക്കെ നമ്മൾ ആസ്പാണ് അടിച്ചേക്കാം. അപ്പോൾ ആസ്പ പെയിൻ്റ് അടിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്ലിയറും കൂടെ ഉള്ള കാരണം ക്ലിയർ അടിക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ എളുപ്പം അടിക്കാവുന്ന രീതിയിൽ നല്ലൊരു പെയിൻ്റാണ് അപ്പോൾ ആസ്പ പെയിൻറ്റ്. അപ്പോൾ അതടിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ടാങ്കിൽ നമ്മൾ PU പെയിൻ്റാണ് അടിച്ചത്. അതിനുശേഷം സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. അപ്പോൾ സ്റ്റിക്കർ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും സാധിക്കുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധം പണികളൊക്കെ രാത്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമുള്ള വീഡിയോയിൽ. അപ്പോൾ സ്റ്റിക്കർ നമ്മളിത് ഈ വെള്ളമൊന്നും ഒഴിച്ചിട്ടൊന്നല്ല, നമ്മുടെ നൈസായിട്ട് അത് നടത്തി ഒട്ടിക്കുകയാണ്. ആ ഒരു രീതിയിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ഒട്ടിക്കാനായിട്ട് പറ്റും. പിന്നെ അതായത് നമ്മുടെ വണ്ടിക്ക് റെഡ് കളറാണ് അടിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫൈബർ പാർട്സ് പോലും പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം ടാങ്കിൻ്റെ ആ ഒരു അടിഭാഗം വരുന്ന ആ ഭാഗം നമുക്ക് റെഡ് അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിത് PU പെയിൻ്റാണ് എടുക്കുന്നത്. അപ്പോൾ അത് റെഡ് ആവശ്യത്തിന് മേടിച്ചിട്ടുണ്ട്. ഒരു 10-20 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ടിന്നർ ഒഴിക്കുക, 2K ടിന്നർ ഒഴിക്കുക. പിന്നെ അതേപോലെ തന്നെ ഹാർഡ്നർ ഒഴിക്കുക. അപ്പോൾ ഇതൊക്കെ ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ട് നമ്മളിത് അരിച്ചൊഴിക്കുകയാണ്. ആ ഒരു ഇതിലേക്ക് അരിച്ചൊഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇനി ക്ലിയർ അടിക്കലാണ്. അപ്പോൾ വണ്ടിയുടെ എല്ലാ പാർട്സും നമ്മൾ നന്നായിട്ട് ക്ലിയർ അടിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉരയ്ക്കാനായിട്ട് കുറച്ച് പേപ്പറുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, വാട്ടർ പേപ്പർ. അപ്പോൾ 80-ൻ്റെ, അതേപോലെ തന്നെ 100-ൻ്റെ, 600-ൻ്റെ, 400-ൻ്റെ, പിന്നെ 1000-ൻ്റെ വാട്ടർ പേപ്പർ, പിന്നെ 2000-ൻ്റെ വാട്ടർ പേപ്പർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പേപ്പറായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഉരയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള നല്ല വണ്ടികൾ ആർക്കെങ്കിലുമൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും അതിലൊരു മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കേണ്ട. അപ്പോൾ ശരി.